ശ്രീരാമൻ സസ്യഭുക്കല്ല. വിവാദമായി NCP-MLAയുടെ പരാമർശം. ശ്രീരാമൻ മാംസാഹാരി എന്ന NCP നേതാവിൻ്റെ പരാമർശത്തിൽ വിവാദം കൊഴുക്കുന്നു. പരാമർശത്തെ തുടർന്ന് വിവാദത്തിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ NCP-MLA ജിതേന്ദ്ര അവഹാദ്. സസ്യഭുക്കായി കാട്ടിൽ 14 വർഷം ജീവിക്കാൻ രാമന് കഴിയുമായിരുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവിധ മാംസാഹാരങ്ങളും നിരോധിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നതിനിടെയാണ് ജിതേന്ദ്രയുടെ പരാമർശം വിവാദമായത്. NCP ശരത് പവാർ ഘടകം നേതാവ് ജിതേന്ദ്ര അവഹാദ് മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലാണ് വിവാദ പരാമർശം നടത്തിയത്. ശ്രീരാമൻ മാംസാഹാരിയായിരുന്നു. 14 വർഷം കാട്ടിൽ ജീവിച്ച ഒരാൾക്ക് സസ്യാഹാരം എവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ശരിയല്ലേ എന്നും സമ്മേളനത്തിലെത്തിയവരോട് ജിതേന്ദ്ര അവഹാദ് ചോദിച്ചു. ആരൊക്കെ എന്തു പറഞ്ഞാലും സ്വാതന്ത്ര്യം ലഭിച്ചത് ഗാന്ധിജിയും നെഹ്റുവും മൂലമാണ്. ഗാന്ധിജി അത്ര വലിയ രീതിയിൽ സ്വാതന്ത്ര്യ സമരം നയിക്കാൻ കാരണമായത് അവർക്ക് അപ്രിയരായ OBC വിഭാഗം മൂലമായിരുന്നു. ജാതീയതയാണ് ഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും ജിതേന്ദ്ര അവഹാദ് ഷിർദിയിൽ പറഞ്ഞു. അതേസമയം ജിതേന്ദ്ര പറയുന്നത് പച്ചക്കള്ളമെന്നാണ് ഹിന്ദു പുരോഹിതർ വിശദമാക്കുന്നത്. വർഗീയ വിദ്വേഷം പരത്താൻ ശ്രമിച്ചതിന് ജിതേന്ദ്രയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് BJP നേതാവ് രാം കദം പ്രതികരിച്ചത്. ഒരു മതവിഭാഗത്തെ പരിഹസിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് രാം കദം ജിതേന്ദ്രയുടെ പരാമർശത്തെ നിരീക്ഷിക്കുന്നത്. നേരത്തെ ചരിത്രം വളച്ചൊടിച്ചെന്നാരോപിച്ച് ഹർ ഹർ മഹാദേവ് എന്ന മറാത്തി ചിത്രത്തിനെതിരായി പ്രതിഷേധിച്ച ജിതേന്ദ്ര അവഹാദ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം സിനിമാ തിയേറ്ററിൽ കയറി പ്രദർശനം തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതേസമയം തന്റെ പരാമർശം BJP അനാവശ്യമായി വിവാദമാക്കുകയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ശ്രീരാമൻ എന്താണ് കഴിച്ചത് എന്നതിനെ ചൊല്ലി എന്തിനാണ് വിവാദം? ശ്രീരാമൻ മേത്തി ഭാജി കഴിച്ചെന്നാണ് തെളിവായി പറയുന്നത്. അരിയില്ലാത്ത കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയന്മാർ മിശ്രഭുക്കുകളാണ്. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 80% മിശ്രഭുക്കുകളാണ്. അവരൊക്കെ രാമഭക്തരുമാണ്, ജിതേന്ദ്ര അവഹാദ് പറഞ്ഞു.